ഹലോ നമസ്കാരം. കുറേ നാളായി പഴയിടം രുചിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച്. എന്നെപ്പോലെ ആദ്യമായിട്ട് പോകുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ തെക്കേ നടക്കിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന് കാണുന്ന പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന വൈറ്റ് ബോർഡിൽ പഴയിടം രുചി ഗുരുവായൂർ മുകുന്ദം എന്നെഴുതിയ ബോർഡ് കാണാം. അടിപൊളിയാണ്. ഒരു വിഷമവുമില്ല അവിടെ എത്തിപ്പെടാൻ. തെക്കേ നടക്കുന്ന നേരെ പോയാൽ മതി. നേരെ അകത്തേക്ക് കയറി മധുര പലഹാരങ്ങൾ നേരെ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇച്ചിരി മധുരം കൂടുതലുള്ളതിൻ്റെ പേരിൽ അതിലേക്കൊന്നും അധികം നോക്കിയില്ല. ഉടനെ തന്നെ മസാല ദോശയ്ക്ക് ഓർഡർ ചെയ്ത് വാശേരിയിൽ പോലും അടിപൊളി വാശേരിയ. പിന്നെ അവിടെ ഒരു ബംഗാളികളെപ്പോലും കണ്ടില്ല കേട്ടോ. അതൊരു വിഷമമുണ്ട്. നല്ല സർവീസിങ്, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. പിന്നെ മസാല ദോശ അടിപൊളി. പിന്നെ നല്ല ഏതെടുക്കണം എന്നുള്ള ടെൻഷനായിരുന്നു. കറി ചട്നി വേണോ, സാമ്പാർ വേണോ, തക്കാളി ചട്നി വേണോ, ഉരുളക്കിഴങ്ങിൻ്റെ കാര്യം പറയാനില്ല. ഉരുളക്കിഴങ്ങ് ഇല്ലയെന്ന് ചോദിക്കും. അടിപൊളി നല്ല കുറുകിയ മസാലക്കറി നല്ല അടിപൊളിയായിരുന്നു മസാല ദോശ. അത് കഴിഞ്ഞ് ചായ ആണെങ്കിലോ ചായയുടെ കാര്യം പറയാനില്ലേ എന്ന് ചോദിക്കും. അടിപൊളി ചായ. ഇതെല്ലാം കഴിഞ്ഞ് ബില്ല് കാത്തിങ്ങനെ ഇരുന്നു. ഉള്ളിലൊരു ടെൻഷനായിരുന്നു. എത്രയാകുമോ എന്നുള്ള ടെൻഷനാണ്. ബില്ല് വന്നപ്പോൾ കണ്ണ് തള്ളിപ്പോയി. ഗുണം മെച്ചം പണം തുച്ഛം എന്ന് പറയില്ലേ, അതേപോലെയായിപ്പോയി. അടിപൊളി. 2 ചായ, 2 മസാല ദോശ. ഗുണം മെച്ചം പണം തുച്ഛം. 60 രൂപ മസാല ദോശ, 12 രൂപ ചായ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതാർക്കും പോകാം. അടിപൊളിയാണ്. അപ്പോൾ സദ്യയുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കുമല്ലോ. അത് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. ബൈ.